നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. അമേഠി എന്ന ഒരു സ്ഥലനാമം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായിരുന്ന സ്ഥലമാണ് എന്നാണ്. അമേഠി എന്ന് കേട്ടാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അവിടെ കോൺഗ്രസ് എന്നല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പോലും കഴിയുമായിരുന്നില്ല. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളായ സഞ്ജയ്, രാജീവ് ഗാന്ധിയുടെ വിധവയായ സോണിയാഗാന്ധി, മകൻ രാഹുൽ ഗാന്ധി, ഇങ്ങനെ ഒരു കാലത്ത് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന എംപിമാരുടെ എണ്ണം നോക്കിയാൽ അതെല്ലാം നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. നെഹ്റു കുടുംബത്തിന്റെ ഉറച്ച മണ്ഡലമായിരുന്നു അമേഠി. എന്നാൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിലേക്ക് വന്നതോടെ രംഗം മാറി. ആദ്യ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയോട് അമേഠിയിൽ തോറ്റെങ്കിലും രണ്ടാം തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് ഓടിക്കാൻ അമേഠി കൊണ്ട് സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിൽ ഒരു വീട് വാങ്ങുന്നു, അവിടെ ഗൃഹപ്രവേശം നടത്തുന്നു എന്നുള്ളതാണ്. ഈ മാസം 22-ന് അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ ഗൃഹപ്രവേശം നടക്കും. അമേഠിക്കാർക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന 2019-ലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഇപ്പോൾ ഈ 22-ന് അവരുടെ MP ആയി സ്മൃതി ഇറാനി നടപ്പാക്കുന്നത്. അമേഠി വിട്ട് മറ്റു പലരും ഒളിച്ചോടുമ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നായിക ജനങ്ങൾക്കൊപ്പം താമസിക്കാൻ തീരുമാനിക്കുന്നതെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് രാം പ്രസാദ് മിശ്രയും പറയുന്നത്. ഗൗരിഗഞ്ചിലെ സുൽത്താൻപൂർ റോഡിൽ 2021-ലാണ് സ്മൃതി ഇറാനി വീട് പണിയാൻ സ്ഥലം വാങ്ങിയത്. ഇപ്പോൾ നിർമ്മാണം അവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഗൃഹപ്രവേശനത്തിലുള്ള ഒരുക്കത്തിലാണ് ഒരു നാട് മുഴുവൻ. വലിയ ആഘോഷമാകും ഇത്. നേതാക്കന്മാരും സാധാരണക്കാരും അടക്കം എല്ലാവരെയും ഗൃഹപ്രവേശനത്തിന് ക്ഷണിച്ചും കഴിഞ്ഞു. അമേഠിക്കാർക്ക് അന്ന് ഉത്സവമായിരിക്കുമെന്നാണ് ജില്ലാ പ്രസിഡന്റ് മിശ്രയുടെ വാദം. വീടിന്റെ പുറം ചുമരുകളിൽ ശ്രീരാമന്റെയും ഹനുമാന്റെയും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗൃഹപ്രവേശം എന്നത് സ്മൃതി ഇറാനിയുടെ വലിയ ആഗ്രഹം തന്നെയായിരുന്നു. 2019-ൽ ന്യൂഡൽഹിയിൽ നിന്നും അമേഠിയിലേക്ക് എത്തിയ ആളാണ് സ്മൃതി ഇറാനി. മത്സരിക്കാനെത്തുമ്പോൾ കോൺഗ്രസ് പറഞ്ഞത് സ്മൃതി പുറത്തുനിന്നെത്തിയ ആളാണ് എന്നാണ്. കഴിഞ്ഞ 5 വർഷം അമേഠിക്കൊപ്പം അമേഠിയിൽ നിന്നാണ് സ്മൃതി പ്രവർത്തിച്ചത്. ഗൃഹപ്രവേശം കൂടി കഴിയുന്നതോടെ പുറത്തുനിന്നുള്ളവൾ എന്ന ആ പ്രചരണവും തീരും. സ്മൃതി അമേഠിയുടേതാണെന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് രാം പ്രസാദ് മിശ്ര പറയുന്നത്. ഏതായാലും ആദ്യ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് 5 വർഷവും ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്മൃതി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുകയും രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഏതായാലും ഇനി ആ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിക്കോ നെഹ്റു കുടുംബത്തിനോ യാതൊരു തരത്തിലുള്ള ആക്സസും ഇല്ല. ഇനി അവിടേക്ക് ചെല്ലേണ്ടതില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ സ്മൃതി ഇറാനിയുടെ ഈ ഗൃഹപ്രവേശത്തോടെ സ്മൃതി ഇറാനി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നതും. ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഭാഗമായി നിന്ന് അമേഠിയിലെ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കും എന്ന വ്യക്തമായ സൂചനകൾ കൂടി സ്മൃതി ഇറാനി ഇപ്പോൾ നൽകുന്നു. തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും എന്നും അമേഠിയിലെ ജനങ്ങൾക്കൊപ്പം എന്ന അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അവർ അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.